Snow. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ഹായ്. അപ്പം ഇന്നിവിടെ നല്ല സ്നോ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചെറിയൊരു വ്ളോഗാവാന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടില്ല. ഇതെൻ്റെ മോളാണ് ജുവൽ. മോക്കിപ്പോൾ 2 വയസ്സായി. അവൾക്ക് സ്നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാവിലെ ഞാൻ പരമാവധി സ്നോ പെയ്യുന്നത് കാണിക്കാണ്ടിരിക്കാൻ ജനലൊക്കെ അടച്ചിട്ടാണ് ഇതിനെ എണീപ്പിച്ച് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഒരു സാധനം കഴിക്കത്തില്ല. പക്ഷേ എങ്ങനെയോ പുള്ളിക്കാരി കണ്ടുപിടിച്ചു. അപ്പോഴത്തേനും എന്നെ വിളിച്ചു മമ്മി ഇറ്റ്സ് സ്നോയിങ് സ്നോയിങ് എന്നും പറഞ്ഞേച്ചും എന്നെ കൊണ്ട് പുറത്തിറക്കിയതാണ്. അപ്പം ഇത് ഞങ്ങളുടെ പുറകുവശമാണേ. അത്ര ഹെവി ആയിട്ടില്ല, ഹെവിയായി വരുന്നുണ്ട്. Snow. ഹാപ്പി സ്നോയോ? Hey. Oh, it's snowing. It's snowing. Oops. നല്ല ഭംഗിയുണ്ട്. ചെടിയിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണാണ്. ഇതൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ജോബി ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്നതാണ്. സ്നോബോൾ എറിഞ്ഞേ. Oh, be careful. Steady, go. Ready, steady, go. Huh. Oh. Snowball ഉണ്ടാക്കുവാണോ? One, steady, go. It's a snowball. It's a snowball. Okay. Huh. ഇനി നമുക്ക് ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പി കാണാം. ഈ തണുപ്പത്ത് കഴിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാല് തിളയ്ക്കണം എന്നില്ല, ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഇത് ഒരാൾക്ക് കുടിക്കാവുന്ന എമൗണ്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. അതാണ് ഞാൻ 1 കപ്പ് പാലെടുത്തത്. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. വാനില എസൻസ് ചേർത്തതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാഷ്മാലോസ് ഇടുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഞാൻ ഇടുന്നുണ്ട്.
ഇതൊന്നും ചെയ്യണമെന്നില്ല, ഇത് ഓപ്ഷണലാണ്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.